നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഇൻട്രോ 1-2 ആഴ്ചകളിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇനിയും ചിലപ്പോൾ മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു വിഷമം വിചാരിക്കേണ്ട. ഇതിങ്ങനെയാണ്. ഒരു ടി വി ആണെങ്കിലും ഒരു പത്രമാണ് എന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് തുടരുന്ന ചില പങ്ക്തികൾ ഇടയ്ക്ക് അവസാനിക്കാറുണ്ട്. എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ. അവിടെ എത്തുന്ന സമയത്ത് നമുക്കത് നിർത്തണം. സ്വരം നന്നാവുന്ന സമയത്ത് പാട്ട് നിർത്തുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് നിർബന്ധ ബുദ്ധിയോടെ തുടരാനായിട്ട് ആഗ്രഹിക്കാത്തത്. ഈ റീലുകളിലൊക്കെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം, നിങ്ങൾ അയച്ചു തരുന്ന റീലുകൾ, ഞാൻ പരിഗണിക്കുന്ന റീലുകൾ, അതിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എല്ലാ ആളുകൾക്കും പരിചിതമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. അതേപോലെ തന്നെ പറഞ്ഞ സാധനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എനിക്കും ബോറടിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ളത് മലയാളത്തിലെ ഒരു പ്രമുഖ റിയാലിറ്റി ഷോയുടെ പുതിയ ഒരു വാക്യമാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം, പുതിയൊരു പങ്ക്തി ആലോചിക്കാം. അതാണ് അതിൻ്റെ ഒരു രസമുള്ള സംഗതി. ഏതായാലും ഇന്ന് ഞാൻ റിയൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്. ഒരൊറ്റ കാരണം കൊണ്ടാണ്. 2019 ലോക്സഭാ ഇലക്ഷനിൽ 77.8 വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം. എന്നാൽ 2024 വരുന്ന സമയത്ത് അത് 71.6 താഴ്ന്നു. എന്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം താഴ്ന്നത്? എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ? എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം അങ്ങനെയാണല്ലോ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള റീലുകൾ കാണിക്കും. അപ്പോൾ എനിക്ക് കാട്ടി തന്നത് കുറേയധികം യുവാക്കളുടെ റീലുകളാണ്. എന്നാൽ എനിക്ക് ഏറെ പ്രതീക്ഷ ഉണർത്തിയ ചില റീലുകൾ ഞാൻ കണ്ടത് നോർത്തിൽ നിന്നിട്ടാണ്. കേരളത്തെക്കുറിച്ചിട്ട് ജനാധിപത്യ ബോധമുള്ള ആളുകളുടെ ഇടമെന്ന് എല്ലായിടത്തു നിന്നും വലിയ പ്രകീർത്തനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കന്നി വോട്ടേഴ്സിൽ പല ആൾക്കാരും വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ പേരൻസിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ശരിക്കും ഒരു പൗരൻ്റെ അവകാശങ്ങളെ കുറിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്നത് എന്നൊക്കെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അല്ലാതെ സ്കൂളിലെ ടീച്ചർ വോട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടല്ല മിക്ക കേസുകളിലും കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അത് അച്ഛൻ്റെ അമ്മയുടെ പരാജയം തന്നെയാണ്. ഒരു വീട്ടിൽ നിന്നിട്ട് ഈ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പാഠങ്ങൾ അവിടുത്തെ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആളുകൾ കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് വലിയ നിരാശ തോന്നി. കാരണം നമ്മളെപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നു, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു. അതേപോലെ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ലീവൊന്നുമില്ല. ഞാൻ പുറത്തൊരു കമ്പനിയുടെ വർക്കുകളാണ് ചെയ്യുന്നത്, എനിക്ക് ലീവൊന്നുമില്ല. അപ്പം ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യുകയാണ്, 2 ദിവസം അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അഭിമാനത്തോടെ ഇത് ചെയ്യുന്ന സമയത്ത്, നമുക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സമയത്ത് പുതിയ തലമുറയിലെ പിള്ളേരൊക്കെ സോറി ബ്രോ, ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് പോകുന്നു. 1-2 റീലുകളിലേക്ക് പോകാം. സോറി, ഞാൻ വോട്ട് ചെയ്യാറില്ല. അറിഞ്ഞൂടാ, എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഇലക്ഷനാണ് ഇപ്പൊ. സോറി, അല്ല എറണാകുളം. എറണാകുളത്ത് ഹൈബി ആയിരിക്കും. ഇവിടെ എറണാകുളത്ത് ഹൈബിയിടുന്നല്ലേ ജയിക്കുള്ളൂ. അതല്ലേ അങ്ങനെയല്ലേ നടപടി ആവുള്ളൂ. മറ്റേത് എത്ര കോടിയിട്ടും കാര്യമില്ല. ഈ ഒരു റീലിൽ ഒത്തിരിയധികം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുടെ പ്രതികരണം മാത്രമാണിത്. പ്രായം കുറഞ്ഞ വ്യക്തി മാത്രമാണ് ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത്. തെരഞ്ഞെടുപ്പാണോ, ഇലക്ഷനാണോ, സോറി ബ്രോ, ഞാൻ വോട്ട് ചെയ്യാറില്ല. ഇവർ ഈ നടന്നു പോകുന്ന വഴികളിൽ പോസ്റ്ററുകൾ കാണാറില്ലേ, അല്ലെങ്കിൽ ഫ്ലെക്സുകൾ കാണാറില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചെവിട് വെറുപ്പിക്കുന്ന തരത്തിലേക്ക് പ്രചാരണ വണ്ടികൾ കാണാറില്ലേ? ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല ദേഷ്യം വന്നു, പക്ഷെ എനിക്ക് നല്ല ഇടി കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാനത് പുറത്ത് കാണിച്ചില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉള്ളൂർ ആക്കുളം റോഡിൽ ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് റിലാക്സ് ചെയ്ത് പോവുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ബ്ലോക്ക്. ഉള്ളൂരിൽ നിന്നും ആക്കുളത്ത് നിന്നും വരുന്ന വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. ഞാനിങ്ങനെ നോക്കി എന്താ സംഭവം. നോക്കിയപ്പോഴത്തേന് ഒരു പ്രചരണ വാഹനം റോഡിൻ്റെ നടുവിലേക്ക് കയറ്റിയിട്ടിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ജി ഉണ്ട്, അതേപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ ജി ഉണ്ട്. പന്ന്യൻ ജിയുടെ പ്രചരണ വാഹനമാണ്. എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. 2 സൈഡിലും പലവിധ അത്യാവശ്യങ്ങളുമായിട്ട് ആളുകൾ പോവുകയാണ്. അതിൻ്റെ നടുവിലേക്ക് ഇറക്കി നിർത്തിയിട്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അഭ്യർത്ഥിക്കുകയാണോ ഭീഷണിപ്പെടുത്തുകയാണോ എന്നുള്ളത് ഞാൻ ബാക്കിയും കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരമായി. ആൾക്കാർക്ക് അത്യാവശ്യമില്ലേ? ഇപ്പോൾ പുറകിൽ എല്ലാ ആൾക്കാരും ഇവരുടെ പ്രചരണം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണോ? നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടുകയല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിട്ട് ഉണ്ടാക്കുന്നത്. കുറേ നേരം ആയപ്പോഴത്തേന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ പ്രതികരിക്കണമല്ലോ. അപ്പം ഞാനൊന്ന് ഓണടിച്ച്
അപ്പോൾ അതേപോലെ തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ അണിചേരണമല്ലോ. അപ്പോൾ കുറേയധികം ആളുകൾ കൂടെ നിന്ന് ആൾക്കാർ ഓണടിച്ചു. ഞാൻ ഇങ്ങനെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് കടകംപള്ളിജി എന്നെ ഒന്ന് നോക്കി. എന്നെയാണ് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടായിരിക്കും നോക്കിയത്. നമ്മൾ പാവം പ്രജയാണല്ലോ. അപ്പോൾ നമ്മളെയാണ് നോക്കിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. എന്താണ് അണ്ണ എന്നൊക്കെ ഇങ്ങനെ കാണിച്ച്. അപ്പോഴത്തേന് ദാണ്ട വരുന്നു നെഞ്ച് വിരിച്ച് 3 ചേട്ടന്മാർ. ചുമട്ട് തൊഴിലാളി സംഘടനയിൽപ്പെട്ട ആളുകളാണോ മറ്റേതെങ്കിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതവനാണ് ഓണടിച്ചത് എന്ന് പറഞ്ഞ് വില്ലിച്ചിങ്ങനെ വരികയാണ്. നമ്മൾ പാവം ഓണ് നിർത്തി, അടി കൊള്ളാൻ വയ്യ, ചെവിക്കലിനിട്ടൊക്കെ അടിക്കും, താടിയിലൊക്കെ പൊട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്നു. ഞങ്ങൾ കുറേയധികം ജനാധിപത്യ വിശ്വാസികൾ ഓണ് ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ നിന്നു. ഞാൻ അന്ന് അവരെക്കുറിച്ചിട്ട് ഇങ്ങനെയാണ് വിചാരിച്ചത്, ആ വില്ലിച്ചു വന്ന ചേട്ടന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് വിചാരിച്ചത്. അധികാരവർഗത്തിൻ്റെ മേശയിൽ നിന്ന് വീണ് കഴിഞ്ഞ് ഒന്നുകൂടെ എടുത്ത് നക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്ന അപ്പക്കഷ്ണവും കടിച്ചിട്ട് നമ്മളോട് വില്ലിക്കാൻ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വോട്ട് അഭ്യർത്ഥന. നാണോ മാനോ ഉണ്ട് ഇവർക്ക് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി. പള്ളു പിടിച്ചവന്മാർ എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നാട്ടുഭാഷയിൽ പറയും. അപ്പം അതിനകത്ത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രചരണ രീതിയാണ്. ബാക്കി എനിക്ക് ആശയപരമായിട്ട് വിയോജിപ്പുള്ള BJP-കാരുടെ ഒക്കെ റാലി അതിലുണ്ട്. അവർക്ക് ഒരു ഓരത്തൂടെ പോകുന്ന കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആശയപരമായിട്ട് വലിയ വിയോജിപ്പുള്ള പാർട്ടിയാണ്. എന്നാലും അവരുടെ സൈഡ് ചേർന്നിട്ടുള്ള ഒരു പ്രചരണം കണ്ടപ്പോഴത്തേന് എനിക്ക് തോന്നിപ്പോയി ഇവിടെ ഉള്ള എല്ലാ എണ്ണവും കണക്കാണല്ലോ എന്നുള്ളത്. അവർ സൈഡായി പോയി നമുക്കിട്ട് പണിയുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി നെഞ്ചത്ത് കയറി പണിയുന്ന പരിപാടിയാണ് ബാക്കിയുള്ള ടീം കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാതിരി തോന്നിയാസമൊക്കെ ഇവിടെ നടക്കുന്നത് കണ്ടിട്ടും എൻ്റെ പൊന്നു കുഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വേണോ എന്നുള്ളത്. അടുത്ത റീലിലേക്ക് പോവാം. എന്തിനാ വോട്ട് ചെയ്തിട്ട്? എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പുറത്തത്തെ ജോലി അങ്ങനെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ബേസ്ഡ് ആണ്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന എത്ര ബിടെക്കാരും ബികോംകാരും അവിടെ സാധാരണ മറ്റേ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ആവശ്യമുള്ള രീതിക്കുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. പുറത്ത് പോകാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മച്ച് വാസ്റ്റ്. ഇവിടെ എല്ലാവർക്കും വേണ്ടത് ഒരു പീസ് ഓഫ് പേപ്പറിനകത്ത് എന്താണോ ആരും എഴുതി തരുന്നത് അതാണ് ആവശ്യം. പുറത്തത്തെ ജോലി അങ്ങനെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ബേസ്ഡ് ആണ്. ഇവിടെ സ്കിൽ ബേസ്ഡ് ഉള്ള ജോബ്സ് അല്ല കിട്ടുന്നത്. ഇവിടെ ഡിഗ്രി ആർക്കുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആരൊക്കെയാണ്, എത്ര മാർക്കോടെ പാസ്സായി എന്നുള്ളതാണ്. ഐ എം പേഴ്സണലി an HR കൺസൾട്ടന്റ്. ഞാൻ ഈ ബിടെക്കും ബികോമും പഠിച്ച ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത് വെയിറ്റേഴ്സ് ജോലിയില്ല. ബിക്കോസ് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ടു ഗോ ഇൻ ടു ദാറ്റ്. പീപ്പിൾ ആർ ഗോയിങ് ഔട്ട് സൈഡ്. കാരണം അവരുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് അവിടെ പുറത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് സ്റ്റഡി അബ്രോഡ് അങ്ങനത്തെ കുറെ കൺസൾട്ടൻസീസ് ഉണ്ടല്ലോ, അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. ഓബിയസ്ലി പീപ്പിൾ വിൽ ഓപ്റ്റ് ദാറ്റ് ബെറ്റർ പേയ്മെന്റ്. അവരുടെ ദാറ്റ് പുറത്തുള്ള ഗവൺമെന്റിന് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് വാട്ട് ദേ ആർ റിസീവിംഗ് ഹിയർ. എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. വാട്ട് എവർ ഇസ് ഹാപ്പനിങ് വിത്ത് ദ റൂളിംഗ് ഓഫ് ദിസ് കൺട്രി ഓർ ദിസ് സ്റ്റേറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഇതിലെന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇതിനകത്ത് ലോജിക് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വലിയ ലോജിക്കൊന്നുമില്ല. എല്ലാ നാട്ടിലെയും ആളുകൾ ഈ ചെറുപ്പക്കാരനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കുറേയധികം ചെറുപ്പക്കാരെ പോലെ ചിന്തിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമായിരുന്നോ? ഇല്ല. എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് തരിക, ഞങ്ങളെ ആൾക്കാരെടുക്കുക, ഞങ്ങളുടെ വിദ്യാഭ്യാസം ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ ഇവിടെ എത്ര മികച്ച എഞ്ചിനീയേഴ്സ് ഉണ്ടാവുന്നുണ്ട്, എത്ര നല്ല കമ്പനികളിലേക്ക് ആളുകൾ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഏതെങ്കിലും കമ്പനിയിൽ കയറിയിട്ട് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന എത്രയോ പ്രൊഫഷണൽസ് ഉണ്ട്. അത്രയധികം ആളുകളെ പഠിപ്പിച്ച് അതിൽ മികച്ച ഒത്തിരിയധികം ആളുകളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് നമുക്കിവിടെ മിസ്സിങ്. അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. കൂടുതൽ എങ്ങായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ വരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അത് നമ്മളുടെ സമ്മതിദാന അവകാശം വഴിയേ നടക്കത്തുള്ളൂ. ആളുകളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എടുത്ത് നോക്കണം. നമ്മുടെ ഇവിടെയുള്ള ഓരോ പാർട്ടികളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് എടുത്ത് നോക്കണം. അതിൽ കുഴപ്പമില്ലാതെ മികച്ചു നിൽക്കുന്ന ആളുകൾ വോട്ട് ചെയ്ത് നമ്മൾ പരീക്ഷിക്കണം. അല്ലാതെ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? അവിടെയും ഇത്തരത്തിൽ എലക്ട് ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഈ വോട്ട് ചെയ്തിട്ട് എന്താ പ്രയോജനം കിട്ടിയിട്ടുള്ളത്? എത്രയോ പേര് സമരം ചെയ്തില്ല, അവിടെ പോയി വായിട്ട് നോക്കിയിരുന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാൻ തന്നെ താല്പര്യമില്ല. പിന്നെ ഈ നോട്ടയിൽ പോയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുറത്തേക്ക് ജർമ്മനി പോകാൻ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് തന്നെ 2 lakh above ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറും 12 രൂപയ്ക്ക് ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്നു, വെറും 12 രൂപയ്ക്ക് ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മൾ ഈ നഴ്സുമാരെന്ന് പറഞ്ഞു, ഇവര് കൊറോണ സമയത്ത് പറഞ്ഞു നഴ്സുമാര് എന്തോ മാലാഖമാരാണ്. എന്നിട്ട് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിൽ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോലും തികയില്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ചേട്ടാ ഇതിനൊന്നും. എന്താണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ജനിച്ചു, ഇപ്പോൾ ജനിച്ചത് ഒരു തെറ്റൊന്നുമല്ല, അതേപോലെ അത്ര മോശം സ്ഥലത്തൊന്നുമല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ ജനിച്ചു, നമ്മളുടെ വേരുകൾ ഇവിടെയാണ്, റൂട്ട്സ് ഇവിടെയാണ്, നമ്മളുടെ ഫാമിലി ഇവിടെയാണ്. അപ്പം നിങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയും അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളെയും എല്ലാ ആൾക്കാരെയും ഈ ജർമ്മനി അങ്ങടേക്ക് അഡോപ്റ്റ് ചെയ്തൊന്നുമില്ല. അപ്പം നിങ്ങളെ ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ അവർ പരിഗണിക്കും. വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR ഒക്കെ തന്നിട്ട് അവിടെ താമസിപ്പിക്കും. എന്നാലും നിങ്ങൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വലിയൊരു തുകയായിട്ട് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു എമൗണ്ട് തരുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ ഒരു അടിസ്ഥാന വർഗ്ഗക്കാരനായിട്ട് തന്നെ തുടരുക എന്നുള്ള ഒരു പരിപാടിയെ ചെയ്തുള്ളൂ. പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് കുറച്ച് കൂടും. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യ ഘട്ടങ്ങളിൽ ഒരു തൊഴിലാളിയായിട്ട് തുടരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങളെ നാട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ പോലും ചെയ്യേണ്ടത് ഒരു വിദേശകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ഇവിടെ ലക്ഷങ്ങൾ കൊടുത്ത സമയത്ത് വിദ്യാഭ്യാസം കിട്ടി, അപ്പോൾ അത് ലക്ഷങ്ങൾ കൊടുക്കാതെ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കൊടുക്കാതെ പഠിക്കാനായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഓപ്ഷനുണ്ട്, നഴ്സിംഗ് കോളേജുകളുണ്ട്. ഇപ്പം MBBS ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഫീസില്ലാതെ പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ മെറിറ്റിൽ പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ലോണ് കിട്ടാൻ വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ ലോണ് കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് തരാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടണം. അല്ലാതെ ഒരു കഴിവില്ലാത്ത ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ അതിനു വേണ്ടിയെങ്കിലും വോട്ട് ചെയ്യണം. നിങ്ങളുടെ താഴെ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടേണ്ടതിന് വേണ്ടിയെങ്കിലും ഓക്കെ, അവരൊക്കെ ജർമ്മനിയിൽ പോയിക്കോട്ടെ, ഓക്കെ, പോവാനുള്ള വഴിയൊക്കെ ഉണ്ടേ, അതിനു വേണ്ടിയെങ്കിലും ചേച്ചിമാരെ വോട്ട് ചെയ്യുക. ഇനി അടുത്ത ഹൃദയവേദനമായിട്ടുള്ള റീലിലേക്ക് പോവാം. വോട്ടുണ്ടോ? കാണുമായിരിക്കും. ഓക്കെ, വോട്ടുണ്ട് എന്ന് വിചാരിച്ചോ. ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്? SFI. എന്ത് ചെയ്യാനാണ് ഇവരെയൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഞാനിതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ വഴികൾ പറയാം. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അതിപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അതിനെക്കുറിച്ചിട്ട് ബേസിക് നോളജ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ റിലേറ്റീവ്സ് അടക്കമുള്ള ആളുകൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ അതിനെക്കുറിച്ചിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് വലിയ കാലമൊന്നും ആയില്ല. അപ്പോൾ അപ്പോഴൊക്കെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ കൂട്ടായ്മകളിൽ അത് സംസാരം ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്തതെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഒരു പാർട്ടി ഏതാണ്, ആര് ഇലക്ഷനിൽ നിൽക്കുന്നു, ആര് കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്ക് പാവത്വം തോന്നി പയ്യനെ കണ്ട സമയത്ത്. ശരിയാണ്, രാഷ്ട്രീയ നേതാക്കൾ കുറേയധികം മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ടാവും, ഏതൊരു തെരഞ്ഞെടുപ്പിലും. അതിപ്പം ലോക്സഭ ഇലക്ഷൻ എന്നുള്ളതല്ല, ഏതൊരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ മോശമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുക, അതിനകത്തൊരു ഇൻട്രസ്റ്റ് കണ്ടെത്തണ്ടേ. അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരാളെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത ഒരാൾ വരുന്നു എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനം ഉള്ളിൽ വേണം. ഈ ഒരു വികാരങ്ങളൊക്കെ എന്താണോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കണക്റ്റ് ആവാത്തതെന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു റീലുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടി എന്തിനാണ് ഇത്തവണ ആളുകൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള, ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ചില കുട്ടികൾ പറയുന്നത് കേൾപ്പിക്കാം. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യുവാക്കൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു NCERT ബാബരി മസ്ജിദ് പൊളിച്ചതും അതുപോലെ ഗുജറാത്ത് കലാപമൊക്കെ മാറ്റിയിട്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു സുവോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെയുണ്ട് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള. പക്ഷെ ഇനി വരുന്ന തലമുറ ഒരിക്കലും എവല്യൂഷൻ പഠിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതായിട്ടും അല്ലെങ്കിൽ പരശുരാമനെ എറിഞ്ഞിട്ട് കേരളം ഉണ്ടായതൊക്കെ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പം ഞങ്ങളൊരു ഭാഗ്യം ചെയ്ത ബാച്ചാണ്, കാരണം ഇതൊക്കെ പഠിക്കാൻ പറ്റിയല്ലോ. Your reasons for the nation why you will vote? I feel that we need to vote to save the democracy and for the name we have as a nation. To be honest, we live in very difficult times. The opposition leaders are being arrested. This is the first time a sitting chief minister is being arrested. Their opposition bank accounts are being blocked. And there are many things. But you wouldn't even imagine for once that maybe those opposition leaders could be corrupt?
So, do you mean that if I am a corrupt opposition leader and if I change my party and go to a party that is in power, all my crimes and all will be washed away, like how it is happening right now? Don't you think that is the point? I would like to add that we have to focus on again. Okay, then. So democracy, to save democracy, first we need stability. So as a law student, you see that anything that comes, we have to not divide people based off their divides, the social divide, social status. But if people are shifting political parties, that is their concern. If there is a push factor, and if there is a pull factor, there has to be a push factor, right? So that is up to them. I think we should still focus on what is available to the people. Well, ഇത് കേൾക്കുന്ന സമയത്ത് ബ്രില്യൻ കുട്ടികൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുട്ടികൾ എന്നൊന്നും കരുതണ്ട. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ട് മിനിമം ബോധമുള്ള ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് ആ കുട്ടികൾ സംസാരിച്ചത്. എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? മിനിമം ഒരൊറ്റ വാക്യത്തിൽ, 1-2 വാക്യത്തിൽ അയാൾ പറഞ്ഞ കാര്യം പോയിന്റാണ്. എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷമില്ലാത്ത നേതൃത്വം ഭരിക്കുന്ന ഒരു കാലത്തിന് എതിരായിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്ന ഒരു കാലഘട്ടത്തിനെതിരെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ പാർട്ടി മാറുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴുകി മാറ്റപ്പെടുന്ന ഒരു പ്രവണതയ്ക്കെതിരെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. BJP കേന്ദ്ര നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ചിന്തയാണ് ഒരു കുട്ടി മുന്നിലേക്ക് വെക്കുന്നത്. അതേപോലെ ആ പെൺകുട്ടി പറഞ്ഞ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജർമ്മനി പോക്കും നാട്ടിലെ 12,000 രൂപയുടെ ജോബ് അതുപോലും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചിന്തയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തേ മതിയാവും. ഇനിയിപ്പോൾ വൈകിപ്പോയി, നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, എല്ലാം ട്രൈ ചെയ്ത് അനുഭവിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് അനുഭവിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു 7% തിരിച്ചറിവ് കിട്ടി വീണ്ടും തിരികെ വരട്ടെ. അടുത്ത ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.